നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ നാം കാണുന്നുമുണ്ട്. നിസ്കാരം കാണുന്നില്ല, നോമ്പ് കാണുന്നില്ല. ഉസ്താദുൽ അസാത്തിദ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അവർ പറഞ്ഞത്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട്, അദ്ദേഹം ഉറങ്ങുന്നത് കാണുന്നുണ്ട്, അദ്ദേഹം ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്നത് കാണുന്നുണ്ട്. കഴിക്കുന്നില്ല, നോമ്പ് വയ്ക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ബുദ്ധിഭ്രമം, അല്ലെങ്കിൽ ശരീരത്തിന് നിയമം ലംഘിക്കുന്ന ഫാസിക്ക് തമ്മാടി, രണ്ടാലൊന്നാണ്. മഹാനായ കണ്ണിയത്ത് അതിന്റെ മുമ്പ് പറഞ്ഞത് ഇത്തരക്കാർ ശൈത്താന്മാരാണ്, പിശാചുക്കളാണ്. പിശാചുക്കൾ അവരെ വഴിതെറ്റിച്ചിരിക്കും. ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഏതിന്റെയും മാനദണ്ഡം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ സംസാരിച്ചത് സമസ്തയുടെ തന്നെ സമുന്നതനായ ഒരു നേതാവ് മുസ്തഫൽ ഫൈസിയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് പറഞ്ഞതും അതുപോലെ തന്നെ കണ്ണിയത്ത് പറഞ്ഞതുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, ശരീഅത്തിൻ്റെ ബാലപാഠങ്ങളൊന്നും അഭ്യസിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ ഏത് സ്ഥാനമാണുള്ളത്, അയാളെ ഏത് സ്ഥാനത്താണ് കാണേണ്ടത് എന്ന് പറഞ്ഞത്. ഇവിടെ മുസ്തഫൽ ഫൈസി പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരാൾ, സ്പെസിഫിക്കായിട്ട് ഒരാളല്ല, പല ആളുകളും ഈ തരത്തിൽ നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, അതുപോലെ കുളിക്കാതെ, അലക്കാതെ ഒക്കെ നടക്കുന്ന, മുടി വെട്ടാതെ, നഖം വെട്ടാതെയൊക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ പിന്നീട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വലിയാണ്, അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രേണിയിലേക്ക് ഉയർത്തുകയും അവിടെ ഒരു ജാറം പണിതുകൊണ്ട് ഉറൂസും അതുപോലെ ചന്ദനക്കുടവും ഒക്കെ നടത്തിക്കൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ചില ആളുകൾ ഇന്നുണ്ട്. എ.പി. അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം പറഞ്ഞത് ഈ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്നാണ്. CM വലിയുള്ള ആളുടെ പേരിലാണ് മഷ്ഹൂർ. പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ഇതിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അള്ളാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഹയാത്ത് കാലത്തും മരണത്തിന് ശേഷവും CM മടവൂരാണ് A.P. അബൂബക്കർ മുസ്ലിയാരെ നിയന്ത്രിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനമുമ്മകളെ, സഹോദര സഹോദരികളെ, ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ്. അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പരിപാടിയിൽ എനിക്ക് എവിടെയെല്ലാം പോകാൻ കഴിയും അവിടെയെല്ലാം എത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ മുസ്തഫൽ ഫൈസി അദ്ദേഹവും കിതാബ് ഓതി പഠിച്ച ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പേര് പരാമർശിച്ചത് ഉസ്താദുൽ അസാത്തീദ് എന്ന് പറയുന്ന
ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഇവരുടെ നിലപാടിൽ നിന്ന് ഭിന്നാഭിപ്രായമുള്ള OK ഉസ്താദ്, അതുപോലെ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതും ഒക്കെ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ OK ഉസ്താദിൻ്റെയും കണ്ണിയത്തിൻ്റെയൊക്കെ കാലശേഷം ഒരു മനുഷ്യൻ മരിച്ചു പോയി അതിനെ മറവ് ചെയ്ത് അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ ഉറൂസ് നടത്തിക്കൊണ്ടും അതുപോലെ ആ ഒരു മരിച്ച മനുഷ്യൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കറാമത്തുകൾ, മായാവി കഥകൾ, കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ ആളുകളെങ്കിലും പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ബോധം ഈ തലയെക്കെട്ടുകാർക്കതില്ല. അവർക്കതൊരു ബിസിനസ്സാണ്, അത് അവരുടെ ഉപജീവന മാർഗമാണ്, ധനസമ്പാദന മാർഗമാണ്. എന്നാൽ സാധാരണക്കാരെ നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുവാനുള്ളത്. ഇനി CM നിസ്കരിക്കാറില്ല, നോമ്പ് നോൽക്കാറില്ല എന്നൊക്കെ പറഞ്ഞതാരാണ്? സമസ്തയുടെ തന്നെ സമുന്നതനായ മറ്റൊരു നേതാവ് ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ, ഒരു മജിദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാ. അതുപോലെ മറ്റു പല ആളുകളും ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നാണ് അന്തം വരിക, അതായത് നിങ്ങൾക്കെന്നാ ഇനി ഒന്ന് അന്തം ഉണ്ടാവുക എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചിട്ടില്ല. പിന്നീട് ആരെങ്കിലുമൊക്കെ ഇതുപോലെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ നാം പോകേണ്ടതുമില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇതുപോലെയുള്ള ജഹാലത്തിൻ്റെ വക്താക്കൾ ഇപ്പോൾ CM ഒരു മുക്കുകായിട്ടുണ്ട്, ആരും വല്ലാതെ ഇപ്പോൾ താങ്ങിപ്പിടിച്ച് നടക്കുന്നില്ല. എങ്കിലും CM ആണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. CMൻ്റെ കൺപോളയം നടഞ്ഞു പോയാൽ, CM ഒന്ന് ഉറങ്ങിപ്പോയാൽ, ഈ ഇടയ്ക്ക് ഒരു മണിക്കൂറിലേറെ ഒരു വോയിസ് നമ്മൾ ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു. പല ആളുകളും പറഞ്ഞത് എന്തിനാണ് ഇതിങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നത് എന്നാണ്. തീർച്ചയായിട്ടും ഇത് നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. പിന്നെ ഈ ലോകത്തുള്ള പല കാര്യങ്ങൾക്കും അള്ളാഹു മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും നിയന്ത്രണാവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. ഇനി ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നിയന്ത്രണാവകാശം വകവെച്ച് കൊടുത്തിട്ടുണ്ട്, കൊടുത്ത കഴിവിൽ നിന്ന് എന്നൊക്കെ പറയുന്ന ആളുകളോട് അന്നും ഇന്നും ഇനി നാളെയും പറയാനുള്ളത്, കൊടുത്ത കഴിവിൽ നിന്ന് അവറ്റുള്ളതെന്ന് കുളിക്കാനും തിരുമ്പാനും പറ, 5 വക്ത് നിസ്കരിക്കാൻ പറ, റമദാൻ മാസത്തിലെങ്കിലും സുന്നത്ത് നോമ്പ് അടക്കട്ടെ, റമദാൻ മാസത്തിലെ നിർബന്ധ നോമ്പെങ്കിലും ഒന്ന് നോൽക്കാൻ പറ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയുന്നില്ല, മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ നാട്ടിലാണ് ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ മഹല്ലിലാണ് അദ്ദേഹം ജീവിച്ചത്, ദർസ് നടത്തിയത്. ഞങ്ങളുടെ എല്ലാം മക്ബറ ആ മഹല്ലിൽ തന്നെയാണ്. 2 ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് അദ്ദേഹം. 991 മരണപ്പെട്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. അദ്ദേഹം മരണപ്പെട്ടത് 91 30-33 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, ഒരു വലിയ പണ്ഡിതന്റെ മകനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഹത്തീബും മുദരിസും ഖാദിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ CM വലിയുല്ലാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുജൻ സൈനുദ്ദീൻ മുസ്ലിയാർ എന്റെ ഉസ്താദാണ് മദ്രസയിൽ. ഈ CMന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെ ബാക്കിയാത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു. പള്ളിയിൽ തന്നെ ഇരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടിൽ പോവാതിരിക്കുക. ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട്, എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയതാ. എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി. അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പഠിച്ചവനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവർ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഈ ലോകത്ത് ഒരു ഇല ഇളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല. അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല. മഴ പെയ്യിപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞ്
അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് 10-25 കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ്. അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് 14 വർഷമോ 12 വർഷമോ മറ്റോ ഒരു വീടിന്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ്, ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ്, ജമാഅത്തിന് പോയിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല. കാരണം തക്ലീഫ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പണ്ഡിതനായിട്ടും മുദരിസായിട്ടും ഹത്തീബായിട്ടും ഖാദിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ്. ഏതൊരാളും പ്രാർത്ഥിക്കും പോലെയാണ്. ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു. ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പൊ കറാമത്താക്കി മാറ്റുന്നത്. ഞാൻ അവിടെ അവർ ഈ ജാറം ഉണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോൾ 34 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ്. ഞാൻ അവരോട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ്. ജാറങ്ങൾ ഖബർ കെട്ടിപ്പടുക്കൽ തന്നെ കുറ്റമാണ്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ പോലും പറയുന്നുണ്ട്. അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട്, നമ്മുടെ ദർസിൽ വന്ന കിതാബില്. അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞെന്താണെന്നറിയോ, അതിന്റെ വിശദീകരണത്തില് മഹാന്മാരുടെ ഖബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് മതിയോ? അള്ളാന്റെ റസൂല് നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പടുക്കരുത് എന്നും ഖബറിന്മേൽ എഴുതരുത് എന്നും ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാർ ഒഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവില്ലല്ലോ. മാത്രവുമല്ല കാലാകാലം ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ, വിശ്വാസ രംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ, ബിദ്അത്തുകൾ, ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദിയായിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ അതിന്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നുപോണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു സിസ്റ്റവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ്. ഉദ്ദേശശുദ്ധിയല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ കറാമത്തുകൾ പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? ഇദ്ദേഹം ഒരു കടയിൽ കയറി ചായ കുടിച്ചു, പൈസ കൊടുക്കാതെ പോയി. കടയിലെ ആളുകൾ പൈസ ചോദിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. പേരോട് അദ്രൈമ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, നമ്മളെ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തണ്ട, ഉള്ളത് തന്നെയുണ്ട് എന്ന്. അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സർഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരെ പറഞ്ഞ് പറ്റിക്കലുണ്ട്. ലോകത്താകെ നിയന്ത്രിക്കുന്നത് സിയം വലിയാന്നാണ് സുന്നിയും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. റാഫിദത്തിൽപ്പെട്ട ഒരു ടീം പറഞ്ഞു, അതെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ താലിബാണ്. അലി ഇബ്നു അബീ താലിബിന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും പടച്ചവൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവൽ ഖാലിഖുസ് സാനി, അത് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇനി എങ്ങനെ ഒരു ടീം ആരാ നിങ്ങളെ വടച്ചോന് മടവൂരി ഞങ്ങളെ വടച്ചോന എന്ന് പാടുന്ന നിലയിലില്ലേ? അത് ഈ റാഫിദത്തിന്റെ അനുയായികളാണ്. സുന്നത്ത് ജമാഅത്തുമായി അവർക്ക് ബന്ധമില്ല. അല്ലാഹുവല്ലാതെ പടച്ചവൻ ഇല്ല, അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവൻ ഇല്ല, അല്ലാഹുവല്ലാതെ തടയുന്നവൻ ഇല്ല, അല്ലാഹുവല്ലാതെ നിയന്ത്രിക്കുന്നവൻ ഇല്ല. ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹ്. ഇമാം റംലി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, സൃഷ്ടാവിനല്ലാതെ നിയന്ത്രണം ഇല്ല.